പുതുപ്പള്ളിയിൽ നടന്നത് തെരഞ്ഞെടുപ്പായിരുന്നില്ല. ഉമ്മൻചാണ്ടിക്കുള്ള ബലിതർപ്പണമായിരുന്നു എന്നാണ് ഞാൻ അന്നേരം. ഞാൻ ആ വാക്കുകൾ കടമെടുത്തത് സാക്ഷാത് അടൽ ബിഹാരി വാജ്പേയി എന്നായിരുന്നു. അടൽജി 84 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം കിട്ടിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അടൽജി പറഞ്ഞ വാക്കുകളാണ്: ഇന്ത്യയിൽ നടന്നത് തെരഞ്ഞെടുപ്പായിരുന്നില്ല, ഇന്ദിരാഗാന്ധിക്കുള്ള ബലിതർപ്പണമായിരുന്നു. ഞാൻ ആ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടിയോടുള്ള ആദരവാണ് പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മനുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഭൂരിപക്ഷമായി മാറിയത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ സ്നേഹിച്ചത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്ക് 2 മുഖ്യമന്ത്രിമാരെ താരതമ്യപ്പെടുത്തുമ്പോൾ, അവരുടെ പ്രവർത്തനങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ തട്ട് താണ് തന്നെ ഇരിക്കുന്നത് അദ്ദേഹം ജനങ്ങളോട്, ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് പുലർത്തിയിട്ടുള്ള ഗാഠമായ ബന്ധവും സ്നേഹവും ആ സ്നേഹത്തിന്റെ ഊഷ്മളതയും കൊണ്ടാണ്. മറുവശത്ത് ഈ കഴിഞ്ഞ ദിവസം ജോർജ് മാഷ് ഇരിക്കുന്നോട് പറയുകയാണ്, ഒരുപക്ഷെ ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്തുകൂടാത്ത അരുതാത്ത ചില പ്രവൃത്തികൾ ചില മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ മരണം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആയിട്ടല്ലോ. പക്ഷെ ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോ തുടങ്ങിയതാണ് ചില CPM-കാർ ഞങ്ങളുടെ ഒരു നേതാവ് മരിച്ചോട്ടെ എന്നിട്ട് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്, അല്ലേ? ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോ കോൺഗ്രസ് പോലെ ഒരു പാർട്ടി അങ്ങനെ കേഡർ പാർട്ടി ഒന്നുമല്ല. ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോ അവിടെ കൂടിയ ജനലക്ഷങ്ങൾ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യരെന്ന് വിതുപ്പിക്കരയുകയായിരുന്നു. ജാതി രാഷ്ട്രീയ മതഭേദമന്യേ കേരളത്തിലെ കോടിക്കണക്കിന് 4 കോടി മലയാളികളിൽ കണ്ണിൽ നിന്ന് ഒരല്പം കണ്ണുനീര് വരാത്തൊരു മനുഷ്യൻ പോലും അത് കേരളത്തിൽ ബാക്കിയുണ്ടാവില്ല. അവരെല്ലാവരും പുതുപ്പള്ളിയിലേക്ക് അന്ന് പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പുതുപ്പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടുണ്ടെങ്കിൽ, പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി ഒരു വിശുദ്ധനായിട്ട് ജനങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന പാവപ്പെട്ട പതിതരായിട്ടുള്ള ഏറ്റവും കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക്, അവർക്ക് ആരോഗ്യമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് പറയുന്നത് പോലെ അവരുടെ ഏറ്റവും പ്രയാസമേറിയ ജീവിത സാഹചര്യത്തിൽ അവർക്ക് ആശ്വാസമായി ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി മാറിയത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വിശുദ്ധന്റെ സ്ഥാനം കിട്ടിയത്. അതിലെന്തിനാണ് രാഷ്ട്രീയമായിട്ട് ചിലർക്ക് ഇങ്ങനെ അസൂയ തോന്നുന്നത്? അതെന്തിനാണ് കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് എടുക്കുന്നത്? മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സംബന്ധിച്ച് നമുക്ക് രാഷ്ട്രീയമായിട്ട് വ്യത്യസ്ത അഭിപ്രായമുള്ളപ്പോഴും അദ്ദേഹം ആദരണീയനാണ്. അദ്ദേഹം മരിച്ചപ്പോൾ നമ്മൾ എല്ലാവരും ദുഃഖിച്ചു. അദ്ദേഹം കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടി, അദ്ദേഹം വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ഏറ്റവും അഹോരാത്രം പണിയെടുത്തിട്ടുള്ള, ഏറ്റവും അഹോരാത്രം ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുള്ള ഒരു വലിയ നേതാവായിരുന്നു, കേരളത്തിന്റെ വലിയ